മോർണിംഗ് എല്ലാവർക്കും വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമ്മുടെ 88 പോർട്ടൽ ഓപ്പൺ ആയി. സോ ഐ മീൻ 88 പോർട്ടൽ ഓൾറെഡി ഉണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം സ്പെഷ്യൽ ഡേ ആണ് നമുക്ക്. സോ നിങ്ങളെല്ലാവരും ഇന്നലത്തെ വീഡിയോ കാണാം. ഞാൻ ഓൾറെഡി കൊടുത്തിരുന്നു ലിങ്ക്, ഒന്നും കൂടി ഇന്ന് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം. ആ വീഡിയോ കാണാതെ ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യാനുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സോ അതൊന്ന് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ഐ ഹോപ്പ് എല്ലാവരും കണ്ട് കാണുമെന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ കാണാം. ഓക്കെ, ജസ്റ്റ് ഇന്നത്തെ എനർജി അല്ല, ഈ 88 പോർട്ടൽ നിങ്ങൾക്ക് എന്താ കൊണ്ടുവരുന്നത് നോക്കാം നമുക്ക്. ഈ 88 പോർട്ടലിന്റെ എനർജി നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണ് കൊണ്ടുവരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം മുതൽ നിർത്തേക്കാം. Affirmation for growth, joy and delight, sun and stars, prosperity and abundance, meditation to dig deep, strength and resilience. Okay, ഇപ്പോൾ നിങ്ങൾക്ക് ഈ 88 പോർട്ടൽ നിങ്ങൾക്ക് കൊണ്ടുവരുന്ന ഒന്ന് ആദ്യം തന്നെ സ്ട്രെങ്ത് ആൻഡ് റെസിലിയൻസ് എന്ന് വെച്ചാൽ, സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ എന്തും നേരിടാനുള്ള ശക്തി, നിങ്ങളുടെ ഒരു ഇന്നർ സ്ട്രെങ്ത് എന്ന രീതിക്ക് എടുക്കാം. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ എന്തും മറികടക്കാനുള്ള ഒരു ശക്തി നിങ്ങളുടെ ഉള്ളിലുണ്ട്. നമ്മൾ ഓൾറെഡി അത് ലയൺസ്കേറ്റ് പോർട്ടൽ, ലയണിന്റെ എനർജി എന്ന രീതിക്ക് നിങ്ങൾ കണക്കാക്കാം. ലയണിനെ പോലെ ഓക്കെ, നിങ്ങൾക്ക് എന്തും അല്ലെങ്കിൽ നേരിടാനുള്ള ഒരു കറേജ് ഉണ്ട്, നിങ്ങളുടെ ഉള്ളിൽ ധൈര്യമുണ്ട്, ശക്തിയുണ്ട് എന്ന രീതിക്കാണ്. സോ ആ കറേജിന്റെ കാര്യം ഇവിടെ കാണിക്കുന്നത്. റെസിലിയൻസ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എത്ര തവണ വീണാലും, എത്ര തവണ നമ്മൾ വീണു പോയാലും വീണ്ടും എഴുന്നേൽക്കാനുള്ള ഒരു കഴിവ് അതും നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങൾ പറയും എനിക്ക് എന്താ പറയുക, മതിയായി, ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, എനിക്ക് ബുദ്ധിമുട്ടുകളാണ് എപ്പോഴും. പക്ഷെ നിങ്ങൾ പാസ്റ്റിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുക, നിങ്ങളുടെ ലൈഫിനെ ഒന്നെടുത്ത് ബാക്കിലേക്ക് ഒന്ന് ചിന്തിക്കൂ. ഓക്കെ, നിങ്ങൾക്ക് ഇതിന് മുമ്പും കഷ്ടകാലങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ വന്നു കാണും. ഓക്കെ, ആ സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ പലപ്പോഴും ഒരുപാട് വേദനിച്ച് കാണാം, വിഷമിച്ച് കാണാം, പക്ഷെ അതിലൊക്കെ നിങ്ങൾ മറികടന്ന് മുന്നോട്ട് വന്നിട്ടുണ്ട്. സോ അതാണ് നമ്മുടെ ഈ റെസിലിയൻസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് എന്തും എത്ര തവണ വീണാലും വീണ്ടും എഴുന്നേൽക്കാൻ ഉള്ള ഒരു കഴിവ് നിങ്ങളുടെ ഉള്ളിലുണ്ട്, ആ സ്ട്രെങ്ത് നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ്. അത് ഓർമ്മപ്പെടുത്തലാണ് ഈ 88 പോർട്ടൽ ചെയ്യുന്നത്. നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത്, ഓക്കെ, അതിനെ പുറത്തു കൊണ്ടുവരിക, അതിനെ മനസ്സിലാക്കുക, നിങ്ങളത് ഉണ്ട് നിങ്ങളുടെ ഉള്ളിൽ എന്നുള്ളത് മനസ്സിലാക്കുക. ആൻഡ് ഇവിടെ അഫർമേഷൻ ഫോർ ഗ്രോത്ത് ഉണ്ട്, ആൻഡ് ആക്ച്വലി പ്രോപ്പർട്ടി ആൻഡ് അബൻഡൻസ് ഉണ്ട്. സോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ എനിക്ക് ഒരു കരിയർ വൈസ് കാര്യങ്ങൾ നല്ലതായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തും നിങ്ങൾ ആക്ച്വലി അഫർമേഷൻ ഫോർ ഗ്രോത്ത് എന്ന് കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ലൈഫിൽ വളരാൻ, അതിപ്പോൾ ജോലിയിൽ ഒരു ഗ്രോത്ത് എന്ന രീതിക്ക്, അല്ലെങ്കിൽ ലൈഫിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്ന കാര്യത്തിൽ ഒരു ഗ്രോത്ത് വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള അഫർമേഷൻസ് നിങ്ങൾ ചെയ്യുക എന്നാണ് പറയുന്നത്. എനിക്ക് എൻ്റെ ലൈഫിലെല്ലാം വളരെ നല്ലത് വരുന്നുണ്ട് എന്ന രീതിക്ക് നിങ്ങൾ സങ്കല്പിച്ച് അഫർമേഷൻസ് ചെയ്യുക. അതൊന്ന് സെർച്ച് ചെയ്താൽ മതി, ഗൂഗിളിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്, യൂട്യൂബിലൊക്കെ ഉണ്ട്. അഫർമേഷൻ ഫോർ ഗ്രോത്ത്, നമ്മളുടെ കഴിവുകളെ വർദ്ധിപ്പിക്കാൻ, അല്ലെങ്കിൽ നമ്മൾക്ക് നല്ലത് അബൻഡൻസ് വരാൻ എന്താണ് അഫർമേഷൻസ് ആയിട്ട് നിങ്ങൾ ചെയ്യാം. ഓക്കെ, സോറി, ഇത് പറയുന്നത് ഈ അഫർമേഷൻ ഓഫ് ഗ്രോത്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഉള്ളത് പ്രോസ്പെരിറ്റി ആൻഡ് അബൻഡൻസ് ആണ്. ഓക്കെ, അതായത് നിങ്ങൾ ഈ ഒരു അഫർമേഷനൊക്കെ നിങ്ങൾ ചെയ്താൽ, ഓക്കെ, നിങ്ങൾക്ക് പ്രോസ്പെരിറ്റി ആൻഡ് അബൻഡൻസ് നിങ്ങളുടെ ലൈഫിൽ വരുന്നു എന്നാണ്. ഓക്കെ, എന്ന് വെച്ച് കൈയും കെട്ടി വെറുതെ ഇരുന്ന് അഫർമേഷൻ ചെയ്യാൻ മാത്രമല്ല, ഓക്കെ, നിങ്ങൾ സ്ട്രെങ്ത് വെച്ച് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുകയും വേണം. അതിൻ്റെ ഒപ്പം പക്ഷേ ഈ അഫർമേഷൻസ് കൂടി ചെയ്താൽ നിങ്ങൾക്ക് വളരെ പോസിറ്റീവ് റിസൾട്ട് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് കിട്ടാനുള്ള ഒരു അവസരമാണ് എന്നാണ്. ഓക്കെ, ഇതിവിടെ ശരിക്കും നോക്കിക്കോളൂ, ഇവിടെ ഒന്നുമില്ല അല്ലേ, ഒരു ഗാർഡൻ നമ്മൾ തുടങ്ങുന്ന പോലെയാണ്. ഒരു വിത്ത് അല്ലെങ്കിൽ ഒരു ചെടി നടാൻ പോകുന്നതേ ഉള്ളൂ. പക്ഷെ ഇവിടെ നോക്കൂ, ഇത് ഫുൾ ഇങ്ങനെ ഒരു ഗാർഡൻ പോലെ ആയിട്ടുണ്ട്, ഇവർ റിലാക്സ് ചെയ്തിരിക്കുന്നുണ്ട്. സോ മേ ബി നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ തുടങ്ങി, ഓക്കെ, എങ്ങനെ എടുത്തോളൂ, നിങ്ങൾ എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു ഗ്രോത്ത് നിങ്ങൾക്ക് വേഗം കിട്ടും എന്ന രീതി കൂടി മനസ്സിലാക്കിക്കോളൂ. നിങ്ങൾക്ക് അബൻഡൻസ് വരും, മണി ഏണിംഗ് ആയിരിക്കാം, ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതായിരിക്കും, സന്തോഷങ്ങൾ, സമാധാനം, നിങ്ങളുടെ ലൈഫിൽ ആഗ്രഹിക്കുന്നെല്ലാം നേടാൻ സാധിക്കും എന്ന രീതിക്കുള്ള ഒരു കാര്യമാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, സോ ബട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യൂ അല്ലേ, ആദ്യം നിങ്ങൾ ആ ചെടി നട്ട് നിങ്ങൾ തുടങ്ങൂ, പരിപാടി നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. തുടങ്ങി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ ഗ്രോത്ത് കാണും. ആൻഡ് കുറച്ച് അഫർമേഷൻസ് ഒക്കെ ചെയ്താൽ നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും. പ്രത്യേകിച്ച് ഇത് കരിയറും മണി വൈസുമാണ് എനിക്ക് കാണുന്നത്. ഫൈനാൻഷ്യലി ഓക്കെ ആയിരിക്കാം, ഫൈനാൻഷ്യലി നിങ്ങളൊരു ഇൻഡിപെൻഡൻ്റ് ആവുന്നതായിട്ടോ നിങ്ങൾക്കെല്ലാം കിട്ടുന്നതായിട്ടൊക്കെ എനിക്ക് കാണുന്നുണ്ട്. സൺ ആൻഡ് സ്റ്റാർസ് ഉണ്ട്.
ഓക്കെ, സൺ ആൻഡ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, സൂര്യനും ഉണ്ട്, അത് പകല് സൂര്യനാണ്, രാത്രി നമുക്ക് നക്ഷത്രങ്ങളാണ് അല്ലേ, അത് രണ്ടുമുണ്ട് എന്ന് പറയുമ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് ശരിക്കും ഫുൾ യൂണിവേഴ്സ് തന്നെ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറയാം. നിങ്ങൾക്ക് എന്തും നേടാൻ സാധിക്കും എന്ന രീതിക്കാണ് കാണിക്കുന്നത്. സന്തോഷങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുമെന്ന് പറയാം. ഓക്കെ, എന്തൊക്കെയോ നിങ്ങൾക്കൊരു വളരെയധികം കുറേ ബെറ്റർ കാര്യങ്ങൾ വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ജോയ് ആൻഡ് ഡിലൈറ്റ്, സന്തോഷങ്ങൾ വരുന്നു എന്ന രീതി കാണുന്നുണ്ട്. ഓക്കെ, ഓൾറെഡി നമ്മളിവിടെ ആക്ച്വലി ആ ഗാർഡനിൽ തന്നെ നിങ്ങൾ കിടന്ന് ചാടി കളിക്കുകയാണ്. സോ അത്രയും സന്തോഷം നിങ്ങൾക്ക് ഫീൽ ചെയ്യുമെന്നാണ് മനസ്സുകൊണ്ട്. ഓക്കെ, ചിലപ്പോൾ ലൈഫ് നല്ല രീതിയിൽ പോകുന്നതിനായിരിക്കാം, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും നേടുമ്പോഴായിരിക്കാം. ഓക്കെ, വളരെയധികം സന്തോഷം വരുന്നതായിട്ട്, നിങ്ങൾ അച്ചീവ്മെന്റ്സ് വരുന്നതായിട്ട്, നിങ്ങൾക്ക് ആ അച്ചീവ്മെന്റ് വരുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുന്നത് കാണുന്നുണ്ട് ഇവിടെ. ഓക്കെ, കുറച്ച് പേർക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പറയുന്നുണ്ട്, മെഡിറ്റേഷൻ ടു ഡിഗ് ഡീപ്പ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേര് ആ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ, ഓക്കെ, ഇതിവിടെ ഇങ്ങനെ കുഴിക്കുന്ന പോലെയാണ്, പക്ഷെ അങ്ങനെയല്ല, നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ നിങ്ങൾ നോക്കുക. ആൻഡ് അവിടുന്ന് കിട്ടുന്നത് നമുക്ക് ജ്വൽസ് ആണ്, ജെംസ് ആണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. നമ്മൾ ആദ്യം അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കിയിട്ട് നിങ്ങളുടെ കഴിവുകളെ പുറത്തു കൊണ്ടുവരാം, നിങ്ങളുടെ കഴിവ് എന്താണെന്ന് മനസ്സിലാക്കുക, യൂണിവേഴ്സിൻ്റെ ആ ഒരു കണക്ഷൻ നിങ്ങൾ കൊണ്ടുവരിക. അതൊക്കെ നിങ്ങൾക്ക് വളരെയധികം ബ്ലെസ്സിങ്സ് കൊണ്ടുവരും, നിങ്ങൾക്ക് അബണ്ടൻസ് കൊണ്ടുവരും എന്നാണ്. ഓക്കെ, ഞാൻ ഈ ഡെക്കിന് കൂടി കുറച്ച് കാർഡ്സ് എടുക്കാം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം. എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ഓൾറെഡി ഷഫിൾ ചെയ്താണ്, മറന്നുപോയി. ഓക്കെ, കുറേ ചെയ്തല്ലേ. ബ്രേക്ക് ത്രൂ, കൺട്രോൾ, completion, very good. Politics and compromise. Okay, ചേഞ്ച്, മാറ്റങ്ങളുടെ കാര്യം കാണിക്കുന്നുണ്ട്. മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ ഇത് വെറും നല്ല മാറ്റങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് വരുന്ന സമയമാണ്. വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ പറയാം നമുക്ക് ഇവിടെ, അല്ലെങ്കിൽ കർമ്മ, ആക്ച്വലി കർമ്മയുടെ കാര്യമായിട്ട് പറയാം. 88 പോർട്ടൽ 8ന്റെ നമ്പർ ഞാൻ ഇന്നലെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. കർമ്മ തീരുന്ന ഒരു സമയം കൂടിയാണ്. നമ്മുടെ ലൈഫിലുള്ള എന്തെങ്കിലുമൊക്കെ കാർമിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് അവസാനിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. സോ മേ ബി അതിലൊരു മാറ്റം. ഓക്കെ, മേ ബി നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങളുടെ ബ്ലെസ്സിങ്സ് ആയിട്ട് നിങ്ങൾക്ക് വരാൻ പോകുന്നു. എന്തെങ്കിലുമൊക്കെ അനുഭവിക്കാനുണ്ടായിരുന്നെങ്കിൽ ആ സമയം തീർന്നു വരുന്നു എന്ന രീതിക്ക് എടുത്തോളൂ. ഓക്കെ, ആൻഡ് ഇവിടെ പൊളിറ്റിക്സ് കാണുന്നുണ്ട്. ഞാൻ ആദ്യം നെഗറ്റീവ് പറയാം. പൊളിറ്റിക്സ് കാണുന്നുണ്ട്. സോ മേ ബി നിങ്ങളുടെ ചുറ്റുമുള്ള ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ എതിരെ എന്തെങ്കിലും ചെയ്യുക, ഓക്കെ, നിങ്ങളെ പറ്റി ഗോസിപ്പ് പറയുക, നിങ്ങളെ വീഴ്ത്താൻ ശ്രമിക്കുക, നിങ്ങളുടെ ലൈഫ് എന്താ പറയുക ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുക, അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാർ നിങ്ങളുടെ ചുറ്റുമുണ്ട്. അവിടെ ഒരു പാമ്പാണിത് ആക്ച്വലി. ഓക്കെ, ഒരു സ്നേക്ക് പോലെ ആരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാം. ഓക്കെ, നിങ്ങളുടെ ലൈഫിനെ ബാധിക്കുന്ന എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ പല കാര്യങ്ങളായിരിക്കും, ഒരു വ്യക്തി ആവണം എന്നില്ല, ഒരു പലരും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നേടുമ്പോൾ അസൂയ തോന്നുക, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ലൈഫ് ഇതൊരു മാസ്ക് പിടിച്ച് നിൽക്കുകയാണ്. ഓക്കെ, ഒരു പാമ്പുമാണ് ഉള്ളിൽ. സോ എവിടെയോ നിങ്ങളെ വീഴ്ത്താൻ ശ്രമിക്കുന്ന ആൾക്കാർ നിങ്ങളെ ചുറ്റും ഉണ്ടാവാം. സോ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അതൊരു വാർണിംഗ് ആയിട്ട് നമ്മൾ ഐ തിങ്ക് ഇന്നലെയും കണ്ടിരുന്നു. കുറച്ച് ശ്രദ്ധിക്കാനും ഉണ്ട് ലൈഫിൽ. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ മേ ബി അതാരെങ്കിലും നിങ്ങൾ വേണം വെച്ച് ശ്രമിക്കുന്നതൊക്കെ ആയിരിക്കാം ബുദ്ധിമുട്ടിക്കാൻ. ഓക്കെ, ഒരു ചീറ്റിംഗ് എനർജി ആണിത്. സോ ആരെയോ നിങ്ങൾ സൂക്ഷിക്കണം എന്ന രീതിക്ക് ഒരു വാർണിംഗ് ഉണ്ട്. ബട്ട് കോംപ്രമൈസ് കാണുന്നുണ്ട്. സോ മേ ബി ആരെങ്കിലുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കോംപ്രമൈസ് വരും എന്നുണ്ട്. അത് ഈ വ്യക്തി ആവില്ല കേട്ടോ, ഇത് വേറെ ആരെങ്കിലും ആയിരിക്കും. ഓക്കെ, ലൈഫിൽ എന്തെങ്കിലും നിങ്ങൾ മേ ബി ചില കാര്യങ്ങളിൽ നിങ്ങൾ കോംപ്രമൈസ് വേണം എന്നായിരിക്കാം. ഓക്കെ, ലൈഫ് ഒരു സ്മൂത്ത് ആയിട്ട് പോകണമെങ്കിൽ എല്ലാവരുമായിട്ട് ഒരു ഒത്തൊരുമയോടെ പോകണം. സോ കുറച്ചൊക്കെ കോംപ്രമൈസ് വേണ്ടി വരും എന്നായിരിക്കാം. ബ്രേക്ക് ത്രൂ ഉണ്ട് ഇവിടെ. നിങ്ങൾക്ക് അഗൈൻ ഇത് നമ്മളിവിടെ പ്രോസ്പെരിറ്റി, അച്ചീവ്മെന്റ്, ജോയ് എന്നൊക്കെയുള്ള രീതിയിൽ എടുക്കാം. നിങ്ങൾക്ക് എന്തൊക്കെയോ വളരെയധികം നേടാൻ പോകുന്നു നിങ്ങൾ. ഓക്കെ, എന്തോ വലിയ അച്ചീവ്മെന്റ് വരുന്നു എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ആൻഡ് ആ അച്ചീവ്മെന്റ്സ് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം കൊണ്ട് പെട്ടെന്ന് ചില കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയും, ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കും. ഓക്കെ, അതായിരിക്കാം ഒരു ബ്രേക്ക് ത്രൂ കൊണ്ടുവരുന്നത്. നമ്മൾ പറയില്ലേ പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടുക, ആ ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതമേ മാറുന്ന പോലെ. ഓക്കെ, സോ അങ്ങനെ ഒരു മൊമെന്റ് നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. കൺട്രോൾ ഉണ്ട് ഇവിടെ നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് നിങ്ങൾ ആദ്യം തീരുമാനിക്കുക നിങ്ങളുടെ ലൈഫിൽ എന്താ വേണ്ടത്. ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് കൊടുത്ത് നിങ്ങൾ ചെയ്യാൻ തുടങ്ങാം. ഓക്കെ, നമ്മുടെ മനസ്സിങ്ങനെ എപ്പോഴും പലതരത്തിൽ ഡിവൈഡായി പോലെ അങ്ങോട്ട് പോകും. കുറേ ഇത് വേണോ അത് വേണോ, ഞാൻ അങ്ങനെ ചെയ്യണോ ഇങ്ങനെ ചെയ്യണോ, ഇത് ഹാൻഡിൽ ചെയ്യണോ, ജോലി ഹാൻഡിൽ ചെയ്യണോ, ഫാമിലി ഹാൻഡിൽ ചെയ്യണോ, ഫ്രണ്ട്സ് ഹാൻഡിൽ ചെയ്യണോ, അതോ ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യണോ, അതോ പ്രാക്ടിക്കൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണോ, പണത്തിൻ്റെ ആകെ കൺഫ്യൂഷൻസ് ആയിരിക്കും. സോ പക്ഷെ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഫോക്കസ് ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഓക്കെ, ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് വെക്കാൻ ശ്രമിക്കുക. അതിനെ നിങ്ങൾ ഡിറ്റർമിനേഷനോടെ നിങ്ങളൊരു തീരുമാനം ഉറപ്പിച്ചിട്ട് എനിക്ക് ഇന്ന കാര്യം വേണം, എനിക്ക് ഇന്ന ഗോളാണ് എൻ്റെ ലൈഫിൽ, എനിക്ക് ഇന്ന കാര്യം അച്ചീവ് ചെയ്യണം എന്നൊരു ഒറ്റ തീരുമാനത്തിന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് നേടാൻ സാധിക്കും. ഓക്കെ, മനസ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറയുന്നുണ്ട്, നിങ്ങളുടെ മൈൻഡിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറയുന്നുണ്ട്. ആൻഡ് ഇവിടെ കംപ്ലീഷൻ കാണുന്നുണ്ട്. ചില കാര്യങ്ങൾ ആക്ച്വലി നിങ്ങൾ അഗൈൻ ഇവിടെ എന്തെങ്കിലും വർക്ക് ചെയ്ത് ഫിനിഷ് ചെയ്യുന്നതായിരിക്കാം.
ആക്ച്വലി ഇവിടെ എനിക്ക് ജോയ് ഞാൻ നേരത്തെ പറയാൻ വന്നത്, എന്തെങ്കിലും നിങ്ങൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം സന്തോഷം തോന്നില്ലേ, ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കാം. ബിക്കോസ് ഇവിടെയും ഒരു കംപ്ലീഷൻ എന്ന രീതി കാണുന്നത്, എന്തെങ്കിലും ചെയ്ത് തീർക്കുന്നത്, നിങ്ങൾ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്ത കാര്യങ്ങൾ, ഓക്കെ, അതിൻ്റെ ഒരു കംപ്ലീഷൻ, അതിൻ്റെ നിങ്ങൾക്കൊരു സക്സസ് വരുന്നതായിട്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഏറ്റെടുത്ത കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കാം കാണിക്കുന്നത്. സോ അതൊക്കെ നിങ്ങൾക്ക് വളരെ പക്ഷേ നല്ലതാണ് വരുന്നത്. ഓക്കെ, ഒരു നമ്മൾ പറയില്ലേ പീസ് ബൈ പീസ് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് പസിൽ ഇത് ചെയ്യുന്ന പോലെയാണ്, പസിൽ വെക്കുന്ന പോലെയാണ്, പസിൽ ഉണ്ടാക്കുന്ന പോലെ. ഓക്കെ, നിങ്ങൾ ഓരോ പീസായിട്ട് വെച്ച് അവസാനത്തെ പീസ് നിങ്ങൾ വെച്ച് കഴിയുമ്പോൾ നമ്മൾ പറയില്ലേ ഓക്കെ കഴിഞ്ഞു ഫൈനലി എന്ന് പറയില്ലേ. സോ ആ ഒരു സന്തോഷം നിങ്ങൾക്ക് വരും. ഓക്കെ, ഒരു അച്ചീവ്മെൻറ്റ് നിങ്ങൾക്ക് വരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. സോ നിങ്ങൾ മീൻസ് നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് എന്തെങ്കിലും വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കാം, ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ പഠിപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും ജോലിയിൽ നല്ലത് എന്തെങ്കിലും കിട്ടുന്നതായിരിക്കും, നിങ്ങളൊരു ജോലി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതിൽ കിട്ടുന്ന സക്സസ് ആയിരിക്കാം. സോ അങ്ങനെ എന്തെങ്കിലും ഒരു കംപ്ലീഷൻ എന്ന രീതി കാണുന്നുണ്ട്. നിങ്ങൾക്കത് നല്ല ഒരു റിസൾട്ട് കൊണ്ടുവരുന്നതായിട്ടാണ്. ഓക്കെ, എന്തായാലും ഇവിടെ മാറ്റങ്ങൾ, യെസ്, ഒരു മാറ്റത്തിന്റെ സമയമായിട്ടുണ്ട്. കർമ്മ തീർന്നു വരുന്ന സമയം കൂടിയാണ്. സോ തീർച്ചയായിട്ടും ചില ചേഞ്ചസ് ഇപ്പം നിങ്ങൾക്ക് ഇനി കാണാൻ തുടങ്ങും ഇനി മുന്നോട്ട്. ഓക്കെ, സോ അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ അഡ്വൈസ്. എല്ലാവർക്കും നല്ലൊരു സാരിക്കട്ടെ. ആൻഡ് പ്ലീസ് 88 പോർട്ടലിൻ്റെ അത് വീഡിയോ എടുത്തൊന്ന് കണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, നല്ലൊരു സാരിക്കട്ടെ. നന്ദി, നമസ്കാരം.